എല്ലാവർക്കും നമസ്കാരം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിനകത്ത് നമ്മൾക്കവിടെ ഒരു സംഭവം കാണുവാനായിട്ട് കഴിയുമല്ലേ. ദൈവം ഇസ്രായേൽ മക്കളെ മോശയുടെ നേതൃത്വത്തിൽ മിസ്രൈമിൽ നിന്ന് വഴി നടത്തി കൊണ്ടുവരികയാണ്. അപ്പോൾ അവരിങ്ങനെ ഫറവോനിൽ നിന്ന് രക്ഷപ്പെട്ട ആശ്വാസത്തിൽ അവരിങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ വരുമ്പോഴാണ് അവരെവിടെ എത്തി നിൽക്കുകയാണ്? അവരൊരു ചെങ്കടലിൻ്റെ മുൻപിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ പുറകെ ആര് വരുന്നുണ്ട്? മിസ്രൈമിൻ സൈന്യം അവരുടെ പുറകെ അവരെ പിടിച്ചുകൊണ്ട് പോകുവാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഫറവോയും ഉണ്ട്, സൈന്യവും ഉണ്ട്. അപ്പോൾ ഇവരാകെപ്പാടെ പേടിച്ച് നിലവിളിച്ച് ഞങ്ങൾക്ക് മുൻപോട്ട് പോകാനും പറ്റുന്നില്ല, തിരിച്ചു പുറകോട്ട് പോകാനും പറ്റുന്നില്ല. പിന്നെ എന്താണ്, രണ്ട് സൈഡിലും മലകളാണെന്നൊക്കെ പറയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇവരെന്താണ്, ആകെപ്പാടെ ബുദ്ധിമുട്ടിപ്പോയി അല്ലേ, ആകെപ്പാടെ വിഷമിച്ചു പോയി. ഞങ്ങൾ തീർന്നു, ഇവിടം കൊണ്ട് തീർന്നു, ഇനി ഒരു വഴി ഞങ്ങളുടെ മുൻപിലില്ല, വഴികളെല്ലാം അടഞ്ഞു എന്ന് അവരിങ്ങനെ വല്ലാതെ ഭാരപ്പെട്ടു നിലവിളിച്ചു അല്ലേ. നമ്മൾ നിലവിളിക്കുന്നത് എപ്പോഴാണ്? നമ്മളുടെ മുൻപിൽ ഒരു വഴിയുമില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ അല്ലേ, ഒരു പ്രതീക്ഷയുമില്ല എന്ന് കണ്ടു കഴിയുമ്പോഴാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്? നമ്മൾ നിലവിളിക്കുന്നത് അല്ലേ. അപ്പോൾ അവരവിടെ കിടന്ന് നിലവിളിച്ചു. അപ്പോൾ അവരാരോടാണ് നിലവിളിച്ച്? അവർ മോശയോടാണ് നിലവിളിച്ചതല്ലേ. കാരണം അവരെ ഇറക്കിക്കൊണ്ട് വന്നതാരാ? മോശയാണ് ഇറക്കിക്കൊണ്ട് വന്നേ. അപ്പോൾ അവർ മോശയോട് നിലവിളിച്ചു. അപ്പോൾ മോശയും ഇതേ അവസ്ഥയിൽ നിൽക്കുക. മോശ കാര്യം വലിയ അത്ഭുതങ്ങളൊക്കെ എവിടെ ചെയ്തു? ഫറവോൻ്റെ കൊട്ടാരത്തിൽ വലിയ അത്ഭുതങ്ങളെയൊക്കെ ചെയ്തിട്ടാണ് വരുന്നത്. എന്നിട്ട് മോശ എന്ത് ചെയ്തു? ഈ ഒരു സിറ്റുവേഷനിൽ വന്ന് നിന്നപ്പോൾ മോശയും ദൈവത്തോടങ്ങ് നിലവിളിച്ചു. കാരണം മോശയ്ക്ക് വേറെ ആരോടും നിലവിളിക്കുവാനില്ല. ജനത്തിന് മോശയോട് നിലവിളിക്കാം, എന്നാൽ മോശയ്ക്ക് നിലവിളിക്കുവാൻ ദൈവത്തോട് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ മോശ അവിടെ നിന്ന് ദൈവത്തോടങ്ങ് നിലവിളിച്ചു. അപ്പോൾ മോശയോട് ദൈവം വളരെ ഈസി ആയിട്ടങ്ങ് ചോദിക്കുകയാണ്, നീ എന്തിനാ എന്നോട് നിലവിളിക്കുന്നത്? നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? നീ മിസ്രൈമ്യ ഭവനത്തിൽ മിസ്രൈമ്യരുടെ ആ കൊട്ടാരത്തിനകത്ത് അത്ഭുതം പ്രവർത്തിച്ച വടിയാണ് നിന്റെ കയ്യിലിരിക്കുന്നത്. അതുകൂടാതെ നിന്നെ ഞാൻ മരുഭൂമിയിൽ നിന്ന് വലിച്ചിറക്കി കൊണ്ടുവന്നപ്പോൾ നിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചത് എന്താണ്? നിന്നോട് ആ വടി കയ്യിലെടുത്തോളാനാണ് പറഞ്ഞ, വേറെ ഒന്നും എടുക്കാൻ പറഞ്ഞില്ല. നിന്നോട് ഞാൻ വടി കയ്യിലെടുക്കുവാനാണ് പറഞ്ഞു. എന്നിട്ട് ആ വടിയും പിടിച്ചുകൊണ്ട് നിൽക്കുക. അപ്പം മോശയോട് ദൈവം ചോദിക്കുക, നിന്റെ കയ്യിൽ എന്താ ഇരിക്കുന്നത്? അപ്പോൾ ആ വടിയുടെ ചരിത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ദൈവം മോശയോട് ചോദിച്ചു, നിന്റെ കയ്യിൽ എന്താ ഇരിക്കുന്നത്? വടി അല്ലേ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനകത്ത് അത്രയും ഞാനിപ്പോൾ മുൻപേ പറഞ്ഞ അത്രയും കാര്യങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മോശയോട് പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന വടി നീ അങ്ങോട്ട് നീട്ട്, എന്നിട്ട് നീ ആ എന്താ പറയുക സമുദ്രത്തിനോട് നീ കൽപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ മോശ അവിടെ യേശുക്രിസ്തു ദൈവം പറഞ്ഞു, യഹോവയാം ദൈവം പറഞ്ഞു കഴിഞ്ഞപ്പോൾ മോശയ്ക്ക് നല്ല ധൈര്യമായി. മോശ എന്ത് ചെയ്തു? ദൈവം പറഞ്ഞാൽ അതിന് മാറ്റമില്ലെന്ന് ആർക്കറിയാം? മോശയ്ക്കറിയാം. അതുകൊണ്ട് മോശ അപ്പോൾ തന്നെ ആ വടിയങ്ങ് കടലിൻ്റെ നേരെ നീട്ടിയപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ കടൽ രണ്ടായിട്ടങ്ങ് പിളർന്നു. അതാണ് ഇസ്രായേൽ മക്കൾ കണ്ടത്. പക്ഷേ അതിൻ്റെ പിന്നിൽ വേറൊരു സംഭവം നടന്നു എന്നുള്ളതും വിശുദ്ധ വചനത്തിനകത്ത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ അവിടെ നടന്നത്? മോശ അവിടെ കരം നീട്ടുന്നതിന് മുൻപേ ദൈവം അവിടെ പദ്ധതി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തിൻ്റെ പദ്ധതിയാണ്? ഇവർക്ക് വേണ്ടി ആ ആഴിയിൽ, അതായത് ആ ഒരു എന്താ പറയുക കടലിൽ വഴി തുറക്കുവാനുള്ള പദ്ധതി ദൈവം ഓൾറെഡി അവിടെ ചെയ്ത് കഴിഞ്ഞിരുന്നു, അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. ദൈവം അവിടെ എന്താ ചെയ്തത്? രാത്രി മുഴുവൻ ശക്തിയേറിയൊരു കിഴക്കൻ കാറ്റ് അടുപ്പിച്ചു അല്ലേ. എന്നിട്ട് അവിടെ എന്താണ്, കടൽ രണ്ടായിട്ടിങ്ങനെ മതിൽ പോലെ അവിടെ നിന്നു. അതുമാത്രമാണോ? അവിടെ എന്താ സംഭവിച്ചത്? ആ കാറ്റിൻ്റെ ശക്തിയാൽ അവിടെ എന്ത് സംഭവിച്ചു? ആ നിലം മുഴുവൻ ഉണങ്ങിക്കിടന്നു അല്ലേ. നമ്മൾക്കറിയാം, വെള്ളമൊക്കെ വറ്റി കിടക്കുന്ന സ്ഥലങ്ങളിൽ എന്താണ്, അവിടെ ചെളി ഉണ്ടാകും. എന്നാൽ ഇവിടെ ചെളിയൊന്നുമില്ല. അവിടെ എന്താണ്, നിലം മുഴുവൻ ഇങ്ങനെ ഉണങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ഉണങ്ങിയ നിലത്തൂടെ ദൈവം എന്ത് ചെയ്തു? ഇസ്രായേൽ മക്കളെ അക്കരെ കിടത്തുവാനായിട്ടിടയായി അല്ലേ. പിന്നെ നമ്മൾക്കറിയാം, ഫറവോനെയും സൈന്യത്തെയും അവിടെ ദൈവം ആ വെള്ളത്തിൽ മുക്കിക്കളഞ്ഞുവെന്നും നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. എന്ന് വെച്ചാൽ ഇവരെ മുൻപോട്ട് വിടാതെ വേണം, ഇവരുടെ മുൻപിൽ വഴി തുറക്കാതെ വേണം, ഇവർക്ക് തടസ്സമായി നിന്നതിനെയൊക്കെ ദൈവം എന്താ ചെയ്തിരിക്കുന്നത്? അവിടെ അതിനെയൊക്കെ മാറ്റി. എന്നിട്ട് ഇവർക്ക് ഒരിക്കലും പ്രതീക്ഷയില്ല, എന്ന് വെച്ചാൽ വഴി തുറക്കത്തില്ല, ഞങ്ങൾ തീർന്നു എന്ന് ഇവർ നനച്ച സ്ഥലത്ത് തന്നെ ദൈവം അവർക്ക് വേണ്ടി വഴി തുറന്നു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഓർക്ക്, ഇത് യഹോവയാം ദൈവം ആർക്ക് വേണ്ടി ചെയ്തതാ? ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ചെയ്തതാ അല്ലേ. അപ്പോൾ അവരെ വിളിച്ചിറക്കിയിട്ട് അവരെ വഴിയിലിട്ടിട്ട് പോകാതെ അവർക്ക് വേണ്ടി വഴി തുറന്നു കൊടുത്ത ഒരു ദൈവത്തെ നമ്മൾക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ആ ദൈവം എന്നും തീർന്നു പോയിട്ടുണ്ടോ? തീർന്നു പോയിട്ടില്ലല്ലേ. നമ്മളുടെയൊക്കെ ജീവിതത്തിൻ്റെ മുൻപിലും പലപ്പോഴും നമ്മളും അങ്ങനെയല്ലേ, വഴികളില്ല കർത്താവേ, വഴികളില്ല, വഴികളെല്ലാം അടഞ്ഞു അല്ലേ. നമ്മൾ നിലവിളിക്കും, ദൈവമേ വഴിയില്ല, ഒരു വഴിയും മുൻപിൽ കാണുന്നില്ല, എങ്ങനെ മുൻപോട്ട് പോകണമെന്നറിയുന്നില്ല. അത് ഏത് വിഷയങ്ങളുമാകട്ടെ, മുൻപോട്ട് പോകണമെന്നറിയുന്നില്ല. കർത്താവെ, വഴികൾ മുഴുവൻ അടഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞും നമ്മൾ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവത്തിന് നമ്മളോട് പറയുവാനുള്ളത് എന്താണ്? നിൻ്റെ കയ്യിലുള്ള ദൈവത്തിൻ്റെ വചനമാകുന്ന വടിയങ്ങ്
ഉപയോഗിക്കുക. അതങ്ങ് ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നിൻ്റെ മുൻപിൽ വഴി തുറക്കും. അത് എവിടെ വഴിയില്ലെന്ന് നീ വിചാരിച്ചോ അവിടെ തന്നെ വഴി തുറക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് സംസാരിക്കുന്നത്, അല്ലേ? എന്ന് വെച്ചാൽ അല്ലെ, നമ്മൾക്ക് ആർക്കെങ്കിലും പ്രതീക്ഷയുണ്ടോ? ഇസ്രായേൽ മക്കൾ അങ്ങനെ ഒരു ചരിത്രം അവർ കണ്ടിട്ടില്ല. ഇസ്രായേൽ മക്കളെന്നല്ല, ആരും അങ്ങനെ ഒരു ചരിത്രം കണ്ടിട്ടില്ല. എന്താണ്? കടലിൻ്റെ നടുവിൽ കൂടി ഒരു വഴി ഒരുങ്ങി വരുമെന്ന് അവരാരും വിചാരിച്ചതല്ല. എന്നാൽ ചിലപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് പറയാം, അല്ലേ, കപ്പലുകളോടും കപ്പലിൻ്റെ വഴിയുണ്ട്, കപ്പൽ ചാലുകളുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഉണങ്ങിയ നിലത്തൂടെ ഒരു കൊണ്ടുപോകുന്ന, അല്ലേ, കടലിൻ്റെ നടുവിൽ ഉണങ്ങിയ നിലത്തൂടെ ജനത്തെ അക്കരെ കടത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കഥ, അല്ലെ, ഒരു ദൈവത്തിൻ്റെ ചരിത്രം, ഒരു ദൈവത്തിൻ്റെ അത്ഭുതം, അത് നമ്മളുടെ വിശുദ്ധ ബൈബിളിലല്ലാതെ വേറെ എവിടെയും നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പോൾ അന്ന് അത്ഭുതങ്ങളെ ചെയ്ത ദൈവത്തിൻ്റെ കരം ഇന്ന് കുറുകിപ്പോയിട്ടുണ്ടോ? കുറുകിപ്പോയിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മളുടെ മുൻപിൽ വഴികളില്ലാതെ, വഴികൾ അടഞ്ഞു കിടക്കുകയാണ്. നമ്മൾ എങ്ങോട്ട് പോകണമെന്നറിയുന്നില്ല. നമ്മൾക്ക് പാർക്കുവാനുള്ള സ്ഥലത്തിൻ്റെ ഒരു വഴി കാണുന്നുണ്ടാകത്തില്ല. എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾക്ക് ജോലി മേഖലകളിൽ, അല്ലെങ്കിൽ നമ്മളുടെ വിദ്യാഭ്യാസത്തിൻ്റെ വിഷയത്തിൽ, നമ്മളുടെ ഫ്യൂച്ചർ, ഭാവിയുടെ വിഷയത്തിലൊക്കെ വഴികൾ കാണാതെ ഇങ്ങനെ ഭാരപ്പെട്ട് നമ്മൾ ഇരിക്കുകയാണ് എങ്കിൽ നമ്മൾ നിലവിളിക്കണം. ദൈവത്തോട് നമ്മൾ നിലവിളിക്കണം. ഒപ്പം എന്താണ്? നമ്മളുടെ മുൻപിൽ ദൈവം തന്നിരിക്കുന്ന, നമ്മളുടെ കരത്തിൽ അല്ലെങ്കിൽ നാവിൽ ദൈവം തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാകുന്ന വടി നമ്മൾ എടുത്തങ്ങ് ഉപയോഗിക്കണം. അപ്പോൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? വഴി ഇല്ല എന്ന് ലോകം പറയുന്നിടത്ത്, അല്ലെങ്കിൽ നമ്മൾ പോലും വഴിയില്ല എന്ന് പറയുന്നിടത്തും ദൈവത്തിന് വഴി തുറക്കുവാൻ കഴിയുമെന്നും ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുമല്ലേ? ഒരു പാട്ടുണ്ടല്ലേ, വഴി തുറക്കും അവൻ ആഴികളിൽ, അല്ലേ, വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. അത് ദൈവത്തിൻ്റെ വലിയൊരു വിശ്വസ്തതയാണല്ലേ, ദൈവത്തിൻ്റെ വലിയൊരു സ്നേഹമാണ്, വലിയൊരു കരുതലാണ്. വഴിയില്ലാത്തടത്ത് വഴി തുറക്കുന്ന ദൈവം. അപ്പോൾ നമ്മുടെ ദൈവം ആരാണ്? വഴിയില്ലാത്തടത്ത് വഴി തുറക്കുന്ന ദൈവമാണ്. വഴികളില്ല, എല്ലാം അടഞ്ഞു, ഇനി ഒന്നും എൻ്റെ മുൻപിലില്ല എന്നും നമ്മൾ തീർന്നു എന്ന് വിധി എഴുതിയെടുത്ത് വഴി തുറക്കുന്ന ദൈവത്തിൻ്റെ വലിയ അത്ഭുത പ്രവൃത്തി നമ്മൾക്ക് വേണ്ടി ചെയ്യുവാൻ ദൈവം സന്നദ്ധനായിട്ടിരിക്കുകയാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതിന് മുൻപേ, നമ്മൾ നനയ്ക്കുന്നതിന് മുൻപേ ഇതൊക്കെ മുൻകൂട്ടി അറിയുന്ന ദൈവം നമ്മൾക്ക് വേണ്ടി വഴികൾ തുറക്കുവാനുള്ള പദ്ധതികളെ ദൈവം എവിടെ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്? സ്വർഗത്തിൽ ദൈവം ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വെളിപ്പെട്ട് വരണമെങ്കിൽ എന്ത് സംഭവിക്കണം? ദൈവത്തിൻ്റെ വചനമാകുന്ന വഴി നമ്മൾ എടുത്തെന്നും ഉപയോഗിക്കണം. അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ആ വഴി നമ്മളുടെ മുൻപിൽ തെളിവായിട്ട് വരും. അപ്പോൾ ഓർക്കുക, ഇത് ഇസ്രായേൽ മക്കൾ നിലവിളിക്കുന്നതിന് മുൻപേ, മോശ നിലവിളിക്കുന്നതിന് മുൻപേയൊക്കെ ദൈവം അവിടെ എന്ത് ചെയ്തു? ദൈവം അവിടെ പണി തുടങ്ങിയിരുന്നു, അല്ലേ? പക്ഷേ മോശ നിലവിളിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം എന്താ പറഞ്ഞത്? നിൻ്റെ കയ്യിലിരിക്കുന്ന വടി അങ്ങ് നീട്ടുവാനായിട്ട് പറഞ്ഞു. അപ്പോൾ മോശയും ഇസ്രായേൽ മക്കളും എല്ലാം വിചാരിച്ചു മോശയുടെ ആ വടിയുടെ അത്ഭുതമാണ്, ആ വടിയാണ് അത്ഭുതം ചെയ്തതെന്ന് വിചാരിച്ചു. എന്നാൽ ആ വടിയല്ല അത്ഭുതം ചെയ്തത് ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ ഓൾറെഡി ദൈവം നിറവേറ്റിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരുവാൻ ഈ വടി ഒരു നിമിത്തമായി എന്ന് മാത്രം, അല്ലേ? അപ്പോൾ ഓർക്കുക, ദൈവത്തിൻ്റെ വചനം നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ തന്നെയാണ് ദൈവം നമ്മൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വഴികളും പദ്ധതികളും നമ്മളുടെ മുൻപിലേക്ക് വെളിപ്പെട്ട് വരും. അത് വെളിപ്പെട്ട് വരണമെങ്കിൽ എന്ത് സംഭവിക്കണം? നമ്മൾ ദൈവത്തിൻ്റെ വചനമാകുന്ന വടിയൊന്ന് നമ്മൾ എടുക്കണം. അതെടുത്ത് നമ്മളൊന്നും ഉപയോഗിക്കണം. അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ആ ഒരു അധികാരത്തിൻ്റെ വടിയല്ലേ, ദൈവത്തിൻ്റെ വചനം ഒരു അധികാരമാണ്, നമ്മൾക്ക് തന്നിരിക്കുന്ന അധികാരമാണ്. അത് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ വഴികൾ തുറന്നു വരും, അല്ലേ? അവിടെ അത്ഭുതങ്ങളെ സംഭവിക്കും. ലോകം കാണത്തക്ക വിധത്തിൽ, മറ്റുള്ളവർ അതിശയിച്ചു പോകത്തക്ക വിധത്തിൽ, അല്ലെങ്കിൽ നമ്മൾ തന്നെ അതിശയിച്ചു പോകും. അവിടെ ഇസ്രായേൽ മക്കൾ അതിശയിച്ചു പോയി, അല്ലേ? അവർക്കറിയാം. അത് കഴിഞ്ഞ് മിരിയാമിൻ്റെ നേതൃത്വത്തിൽ അവർ എന്ത് ചെയ്തു? അക്കരെ കടന്നു കഴിഞ്ഞപ്പോൾ തപ്പെടുത്ത് നൃത്തം ചെയ്തവർ ദൈവത്തെ സ്തുതിച്ചു. എന്തുകൊണ്ടാണ്? അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇത്രയും ഒരു വലിയ അത്ഭുതം അവർ കണ്ടിട്ടില്ല. അത്രയും വലിയ അത്ഭുതമാണ് ദൈവം അവർക്ക് വേണ്ടി ചെയ്തത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ തകർന്നു, തളർന്നു, തീർന്നു എന്ന് പറഞ്ഞു കഴിയുന്നിടത്തും ദൈവം നമ്മൾക്ക് വേണ്ടി അത്ഭുതത്തിൻ്റെ വഴികളെ തുറക്കുമ്പോൾ ഒരു തപ്പെടുത്ത് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കത്തക്കവണ്ണമുള്ള വലിയ അത്ഭുതങ്ങളെ ദൈവം നമ്മളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ശക്തനാണ് എന്നും നമ്മൾ തിരിച്ചറിയുക. നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ദൈവത്തോട് നമ്മളൊന്ന് നിലവിളിക്കണം. നമ്മൾ ആ ദൈവത്തോടൊന്ന് അടുത്തു വരണം. ആ ദൈവത്തെ നമ്മൾ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കണം. ആ വചനം എടുത്ത് നമ്മളൊന്ന് പറയണം. നാവ് കൊണ്ട് വിശ്വാസത്തോടെ, അധികാരത്തോടെ നമ്മളൊന്ന് പറയണം. അപ്പോൾ പറഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ വലിയ അത്ഭുതങ്ങളെ ചെയ്യും. എന്ന് വെച്ചാൽ തപ്പെടുത്ത് നൃത്തത്തോടെ ദൈവത്തെ ആരാധിക്കത്തക്കവണ്ണമുള്ള അത്ഭുതം ദൈവം നമ്മളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ശക്തനാണ്. അതിന് ദൈവം ഒരുക്കമാണ്. പകരം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ദൈവത്തിൻ്റെ വചനമൊന്ന് വാഗൊണ്ടൊന്ന് ഉരുവിട്ടാൽ മാത്രം മതി. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.